ഹലോ, ഹലോ, നിങ്ങളെ പേര് ലിക്കായിത്തുന്നല്ലേ? കേട്ടില്ല. നിങ്ങളുടെ പേര് ലിക്കായിത്തുന്നല്ലേ? ലിയാക്കത്ത് നിന്നാണ്. ഓക്കെ. ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ആ അപ്പൊ നിങ്ങളിങ്ങനെ മതത്തിനെ എതിർക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടോണ്ട് ഈ സിദ്ധാവില്ല, ഉം, പിന്നെ സൃഷ്ടിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഉം. അതിന്റെ കാരണം എന്താണ്? എന്റെ ബോധ്യം അതായതുകൊണ്ട് ആ ബോധ്യം എന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലാക്കല് നമ്മുടെ ബോധ്യം. ബോധ്യം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആ കൺവിക്ഷൻ. എന്താ നിങ്ങളുടെ പോയിന്റ് എന്താ? ഞാൻ അതങ്ങനെ പറഞ്ഞിരിക്കാറല്ലല്ലോ. ഞാൻ ഈ സൃഷ്ടാവുണ്ട്, സൃഷ്ടിയുണ്ട്, ഇതാണ് യഥാർത്ഥ സൃഷ്ടാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മതത്തിന്റെ മനുഷ്യരെ സംബന്ധിക്കുന്ന നിയമങ്ങളെ കുറിച്ചല്ലേ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യരെ ദൈവമല്ലേ സൃഷ്ടിക്കണം? മതം പറയുന്നതല്ലേ? ആ മതമാണ് പറയുന്നത്. ആ മതമാണോ കാര്യം പറയേണ്ടത്? പിന്നെ ഏ ഓ മതം പറയുന്നതാണോ സത്യം? മതം പറയുന്നത് സത്യമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഏതാണ് ഏതാണ് മതം പറഞ്ഞിട്ട് സത്യമായത്? ഉം? മതം പറഞ്ഞിട്ട് സത്യമായത് ഏതാ? എന്തെങ്കിലും ഒരു കാര്യം? ഖുർആനില് ഈ കുട്ടികളെ കുട്ടികളെ മാതാവിന്റെ വയറ്റിൽ വെച്ച് ജനിക്കുന്ന അതിന്റെ ഓരോ കാര്യങ്ങളും പണ്ട് ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ മുഹമ്മദ് നബി ഉണ്ടാവുന്നതിന് മുമ്പ് കുട്ടികൾ ജനിക്കുന്നുണ്ടേ. അതിനിപ്പോ എന്താ? മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. മുഹമ്മദ് നബിക്ക് എന്താ ദൈവം എത്തിച്ചു പറഞ്ഞത്? കൊടുത്തതല്ലേ? ഏ മുഹമ്മദ് നബിക്ക് ദൈവം എത്തിച്ചു കൊടുത്തതല്ലേ എന്ത് അറിവ് അറിയിച്ചു കൊടുത്തതാണല്ലോ. എന്തറിയിച്ചു കൊടുത്തു? ആരറിയിച്ചു ഒരു കൊടുത്തു? ടെക്നോളജിയും ഒരു ഉപയോഗ യന്ത്രങ്ങളും ഇല്ലാതെ ഒരു കുഞ്ഞെങ്ങനെ ജനിക്കണം, മാതാവിന്റെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞെങ്ങനെ, അതിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടല്ലോ. മോന് പിന്നെ ഇത് പഠിച്ച ആളാണോ? അത്ര പഠിച്ചിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കണം. ഇത് കംപ്ലീറ്റ് അബദ്ധമാണ്, പച്ച നുണയാണ് ഈ പറയുന്നത്. ഖുറാനിൽ അങ്ങനെ ഒരു അത്ഭുതവും സയൻസും പറഞ്ഞിട്ടില്ല. ഖുറാനിൽ പറയുന്നത് പിന്നെ രക്തക്കട്ടയിൽ നിന്ന് കുഞ്ഞുണ്ടായിന്നാണ്. രക്തക്കട്ടയിൽ നിന്നാണ് കുഞ്ഞുണ്ടാവുന്നത്. എത്രയേറെ പഠിച്ചു? എത്രയിലപ്പോ പഠിക്കുന്നത്? ഞാനിപ്പോ 10ലാണ് പഠിക്കുന്നത്. 9 ബയോളജിയില് റീപ്രൊഡക്ഷൻ ഒക്കെ പഠിക്കുന്നില്ലേ? അതിലില്ല എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നതിന്റെ ഘട്ടങ്ങളൊക്കെ? അതൊക്കെ തലതിരിച്ചാണ് ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് പിന്നെ സ്ത്രീയും പുരുഷനും ചേർന്നിട്ടില്ലേ കുഞ്ഞുണ്ടാവുന്നത്? ഇസ്ലാം പറയുന്ന കഥയില് പുരുഷനിൽ നിന്ന് മാത്രമാണ് കുട്ടി ഉണ്ടാവുന്നത്. മനസ്സിലായോ? പിന്നെ സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ജസ്റ്റ് ഗർഭപാത്രം മാത്രമാണ്. അതൊരു ടെസ്റ്റ് ട്യൂബിന്റെ ഇത് മാത്രമേ അവിടെ റോളുള്ളൂ എന്നാണ് ഖുറാൻ പറയുന്നതിനുള്ള അകത്തുള്ളത്. അങ്ങനെയാണോ റീപ്രൊഡക്ഷൻ? അണ്ടവും ബീജവും ഇല്ലേ? ഈ അണ്ടം എന്ന് പറയുന്നതിനെ കുറിച്ച്, ആ പ്രതിഭാസത്തെ കുറിച്ച് ഖുറാനിൽ പറയുന്നേ ഇല്ല. അപ്പൊ അത് പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വലിയ മൂല്യന്മാര് പലതും പറയും. നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളല്ലേ, അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കൂ കേട്ടോ. വെറുതെ അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോവും. ഉസ്താദ്മാര് പറയുന്ന മണ്ടത്തരം പഠിച്ചാലേ അത് മാത്രം പഠിക്കരുത്, സയൻസും കൂടി നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ അല്ലെ അണ്ടം ഇല്ലാതെ കുഞ്ഞുണ്ടാവില്ലെന്ന്? പക്ഷെ ഇസ്ലാമിലെ കുട്ടി ഉണ്ടാവുന്നതിൽ അണ്ടം ഇല്ല. അതാ പ്രശ്നം. ആകെ ഈ പുരുഷനിൽ നിന്ന് സ്രവിക്കുന്ന ഒരു സ്രവം, അത് പിന്നെ രക്തക്കട്ടയാവും. ആ രക്തക്കട്ട പിന്നെ എല്ലാവും എന്നാണ് പറയുന്നത്. ആദ്യം എല്ലാവും, പിന്നെ ആ എല്ലിന്റെ മുകളിൽ മാംസം പൊതിയും. അങ്ങനെയാണ് കുട്ടികൾ വളരുന്നത്. അല്ലല്ലോ? ആദ്യം എല്ല് അസ്ഥി കൂടെ ഉണ്ടാവും, എന്നിട്ട് അതിന്റെ മുകളിൽ മാംസം പൊതിയും. അങ്ങനെയാണോ? അല്ലല്ലോ. ആദ്യൊരു മാംസം, അതിൽ നിന്നാണ് എല്ല്. അല്ലല്ല, ഈ മാംസപിണ്ഡത്തെ എല്ല് കൊണ്ട് ആദ്യം, പിന്നെ അതിൽ നിന്ന് എല്ല് എന്താ പറയാ, അത് എല്ലായി മാറും. എന്നിട്ട് പിന്നെ ആ എല്ലിനെ പിന്നെ മാംസം പൊതിയും. അങ്ങനെയാണോ? മാംസം പൊതിഞ്ഞ് അങ്ങനെയാണോ ഉണ്ടാവുന്നത് കുട്ടികള്? അങ്ങനെയാണോ കുട്ടികളുടെ ഗ്രോത്ത്? ആദ്യം എല്ലുണ്ടായിട്ട് ആ എല്ലിന്റെ മുകളിൽ മാംസം പൊതിയാണ് ചെയ്യുന്നത്? ആണോ? പഠിക്കണം. ഒന്നുകൂടി നന്നായിട്ട് പഠിക്കണം. കുറച്ചിപ്പോ 10ാം ക്ലാസ് ആയിട്ടല്ലേ ഉള്ളൂ. +2 സയൻസ് എടുത്ത് പഠിക്കൂ, ബയോളജി ഒക്കെ ഇഷ്ടമാണെങ്കിൽ.
അല്ലെങ്കിൽ വല്ല ബയോളജി മാഷന്മാര് ട്യൂഷൻ എടുത്ത് ആകെ അൽക്കുലത്താവും. പല ഡോക്ടർമാരൊക്കെ ബയോളജി എടുക്കുന്ന കാലാണ്, ശ്രദ്ധിക്കണം. പല ഡോക്ടർമാരൊക്കെ ബയോളജി ട്യൂഷൻ എടുക്കുന്ന കാലത്തെ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ അബദ്ധമായിരിക്കും എന്ന് പറയാം. നന്നായിട്ട് ബയോളജി ഒക്കെ പഠിക്കും, സയൻസ് പഠിക്കൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ചാൽ പോരെ. എന്നിട്ട് ഖുറാനിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ സംസാരിക്കാം. ഓക്കെ ഓക്കെ.